വാർത്തകൾ തുടരുന്നു. ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തളിക്കുളം പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയായ വീടിന്റെ താക്കോൽദാനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൌക്കത്ത് അലി നിർവഹിച്ചു. 2.5 ലക്ഷം രൂപ വീതം നൽകിക്കൊണ്ട് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഭരണസമിതി അനുവദിക്കുകയും അതിന്റെ ആദ്യ ഘട്ടമായി ഇന്ന് ഇവിടെ ഈ കുടുംബത്ത് വീട് പൂർത്തീകരിച്ച് അവർക്ക് താക്കോൽദാനം നൽകുകയാണ്. വളരെ സന്തോഷകരമായി തന്നെയാണ് ജനപ്രതിനിധികളായ ഞങ്ങളെല്ലാവരും ഈ ഒരു മുഹൂർത്തം കാണുന്നത്. കാരണം ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവോ മക്കളോ മറ്റും ആരുമില്ലാതെ ഒറ്റക്ക് കഴിയുന്ന ഒരു സഹോദരിയാണ്. ഇവരുടെ വീട് പണിയുന്നതിന് വേണ്ടി തന്നെ ആദ്യം പൈസ അനുവദിച്ചെങ്കിലും വീട് പണിയുന്നതിന് വേണ്ടി ഇവർക്ക് സഹായിക്കാൻ ആരുമില്ലാത്തതിൻ്റെ പേരിൽ നല്ലവരായ അയൽവാസികളുടെയും അതോടൊപ്പം തന്നെ കുടുംബശ്രീ ചെയർപേഴ്സന്റെയും CDS മെമ്പർമാരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ പെര പണിത് കൊടുത്തിട്ടുള്ളത്. 17 ലക്ഷം രൂപയാണ് ഈ വർഷം പഞ്ചായത്ത് നൽകുന്നതെങ്കിലും 11ാം വാർഡ് മുണ്ടൻ ദേവുവിനാണ് താക്കോൽ കൈമാറിയത്. കുടുംബശ്രീ പ്രവർത്തകരാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. ഭർത്താവും മക്കളും ഇല്ലാത്ത ഇവർ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. വൈസ് പ്രസിഡന്റ് ഗീതാ വിനോദൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ ചെയർപേഴ്സൺ രാജി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ താക്കോൽദാന ചടങ്ങിൽ സംബന്ധിച്ചു. മഴവെള്ള സംരക്ഷണ ജില്ലാ മിഷന്റെ മഴപ്പൊലിമ കിണർ റീചാർജിംഗ് പരിപാടിക്ക് മണലൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. വീട്ടുമുറ്റത്തെ കിണറിലെ ജലം സമൃദ്ധിയാക്കുക, വെള്ളത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കിണർ റീചാർജിംഗ് പരിപാടി നടപ്പാക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN സുർജിത്ത് നിർവഹിച്ചു. ഈ പദ്ധതി മണലൂർ പഞ്ചായത്തിനകത്ത് നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് ചെയ്ത വീടുകളിൽ 99% വിജയിച്ചു എന്നല്ല പറഞ്ഞിട്ടുള്ളത്. 100% വിജയം കൈവരിച്ചിരിക്കുകയാണ് ചെയ്ത വീടുകളിലെല്ലാം. വളരെയധികം കയ്യടിയോട് കൂടിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയ ആളുകൾ നമ്മളോട് വിശദീകരിച്ചു തന്നെ. പല ഗ്രാമസഭയിലും ഇതിനെക്കുറിച്ച് ഈ പ്രൊജക്ടിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുമ്പോൾ ചെയ്ത ആളുകളുടെ ആരൊക്കെയുണ്ടോ ഇവരൊന്ന് കൈവന്തിക്കണമെന്ന് പറയുമ്പോൾ അവർ കൈവന്തിക്കുകയും ഒപ്പം നിങ്ങളുടെ വീട്ടിൽ ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള റിസൾട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരാൾക്കും അത് ശരിയായിട്ടില്ല, അതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തി പോലും മണലൂർ പഞ്ചായത്തിനകത്ത് ഇല്ല എന്നത് തന്നെയാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയം. സിജി മോഹൻദാസ് അധ്യക്ഷയായി. മഴപ്പൊലിമ കോർഡിനേറ്റർ ജോസ് റാഫേൽ, അന്തിക്കാട് ബ്ലോക്ക് BDO അഭിജിത്ത്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഓൾ കേരള CBSE ഇന്റർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കയ്പമംഗലം ഹിറ സ്കൂളിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റ് മത്സരമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 15ാം മത്സര വേദിയിലും ഇതുപോലെ പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിരുന്നു. ഇന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ള ക്ഷണം നേരത്തെ തന്നെ കിട്ടിയിരുന്നുവെങ്കിലും ഇന്ന് ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ എന്റെ സഹപ്രവർത്തകനായ സുരേഷ് കൊച്ചുകുളത്തിനോട് പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരുന്ന പകരം ഇവിടെ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ഷണിക്കപ്പെട്ട ബഹുമാന്യ വ്യക്തിത്വങ്ങളൊന്നും തന്നെ എത്തിച്ചേരാത്തതിന്റെ ഭാഗമായിട്ട് എന്റെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായിരുന്ന അഹമ്മദ് കാലത്ത് തന്നെ വിളിച്ചിട്ട് പറയാണ് അവിടെ പ്രധാനപ്പെട്ട വ്യക്തികളൊന്നും എത്തിച്ചേരില്ല എന്ന് അറിയിച്ചതിന്റെ ഭാഗമായിട്ട് പുഷ്പ തന്നെ വന്ന് പരിപാടി ഒന്ന് ഉദ്ഘാടനം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗ് 10:30 തുടങ്ങേണ്ടതാണ്. 9 മണിക്ക് വേറൊരു മീറ്റിംഗും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിച്ചേരാനായിട്ട് നേരം വൈകിയത്. അപ്പൊ ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോവുകയും വേണം. അപ്പോൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്ന് 2 വാക്ക്. TK അബ്ദുറഹ്മാൻ അധ്യക്ഷയായി. സുരേഷ് കൊച്ചുവീട്ടിൽ, പ്രിൻസിപ്പൽ സീതാ ഗോപൻ, PA അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിലെ 5 പഞ്ചായത്തിലെ 5ഓളം അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അന്തിക്കാട് SIC പ്രേമാനന്ദകൃഷ്ണന് യാത്രയയപ്പ് നൽകി. സ്റ്റേഷൻ ഹാളിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിൽ AV ശ്രീവത്സൻ അധ്യക്ഷനായി. E രമേശൻ, ജ്യോതിരാമൻ, PR സിദ്ധൻ,
പത്മിനി സത്യൻ, ജനാർദ്ദനൻ മണ്ണുമൽ, CL ജോസ്, ഒറ്റാലി സുരേഷ്, അരവിന്ദാക്ഷപ്പണിക്കർ, സജിത് പാണ്ടാരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. SIC പ്രേമാനന്ദകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. അങ്ങനെ ഒരു ചിന്താഗതിയില്ല. അതിന് ഭരണമോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയെന്നോ ഭരിക്കാത്ത പാർട്ടിയെന്നോ ഒരു ചിന്താഗതിയില്ല. ആർക്കാണോ അതിൽ ആരേലാണോ നീതി, ആ നീതി കണ്ടെത്തി അവർക്കാണ് അത് നീതി കിട്ടിയത് എന്നൊരു ചിന്താഗതി, അത് മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അല്ലാതെ രാഷ്ട്രീയം, ഞാൻ പറഞ്ഞ ഈ ജനാധിപത്യം എന്ന നമ്മളെ ഏറ്റവും ബൃഹത്തായ ഏറ്റവും നല്ല ഒരു ഭരണ സംവിധാനമാണ് ജനാധിപത്യം. നേരെ മറിച്ച് കാരണം ഇതിന് ഏകാധിപത്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലെ അവസ്ഥ, ഒരു നീതി കിട്ടേണ്ടവന് നീതി പോയിട്ട് അത് ചോദിക്കാനുള്ള അവകാശം കൂടിയില്ല. അപ്പൊ അത്രമാത്രം ഏറ്റവും നല്ല ഒരു ഭരണ സെറ്റപ്പാണ് ഈ ജനാധിപത്യം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയൊക്കെ ജനാധിപത്യ രാജ്യമായിട്ട് വരുന്നത്. ഈ ജനാധിപത്യത്തിൽ ജനപ്രതിനിധികളില്ലെങ്കിൽ ജനാധിപത്യം ഉണ്ടോ, രാഷ്ട്രീയ പാർട്ടികളില്ലെങ്കിൽ ജനാധിപത്യം ഉണ്ടോ? അപ്പൊ ആ ജനാധിപത്യം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഇവിടുത്തെ ജനപ്രതിനിധികളാണ്. അപ്പൊ ആദ്യം വരുമ്പോൾ ഒരാൾ വരുന്ന സമയത്ത് അയാൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ വാടാനപ്പള്ളി കാഞ്ഞാണി സംസ്ഥാന പാതയുടെ 2ാം ഘട്ട സർവേ പൂർത്തിയായി. ജനങ്ങളും പോലീസും കൈകോർത്തു. സർവേ സമാധാനപരം. അന്തിക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വിവാദമാകുന്നു. യൂത്ത് കോൺഗ്രസ് പരാതിയുമായി രംഗത്ത്, നേരിടുമെന്ന് CPM. വലപ്പാട് ഉപജില്ലാ ശാസ്ത്രഗണിത ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള സമാപിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.